الحمد لله رب العالمين. الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدا عبده ورسوله صفيه وخليله. تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا أيها الإخوة المؤمنون اتقوا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായിരിക്കുന്ന എൻ്റെ മുഅ്മിനുകളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലയിലും സർവ്വലോക പാലകനായിരിക്കുന്ന അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ കാത്ത് സൂക്ഷിച്ച് തഖ്വാബോധമുള്ളവരായിട്ട് ജീവിക്കണം കേട്ടോ. നന്നോടും നിങ്ങളെല്ലാവരെയും ആദ്യമായിട്ട് ഉത്ബോധിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഈ മഹത്തായ ഭവനിൽ നാം ഇവിടെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പരലോകത്ത് ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതേപോലെ ഒരുമിച്ച് കൂടണു. അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഹജ്ജിൻ്റെ സമയം അടുത്തെത്തിയിരിക്കുകയാണ്. നാം ഇപ്പോഴുള്ളത് ഹജ്ജിൻ്റെ മാസത്തിലാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടിക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആല
മാനവരാശിയോട് നടത്തിയതായിട്ട് ഇക്കരെ ഒരു വിഖ്യാതമായ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം അത് നടപ്പിലാക്കണോ ഏതാനും ആഴ്ചകൾ, ദിവസങ്ങൾ മാത്രം ബാക്കിയായിരിക്കുകയാണ്. 4 സഹസ്രാബ്ദങ്ങൾക്ക് മുന്നോളം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയതായിട്ടിക്കരെ ആ പ്രോജ്വലമായ, ആ സാർവത്രികമായ കര്, ആ സാർവത്രികമായിട്ടിക്കരെ പ്രൊക്ലമേഷൻ, അത് ഉത്തരം നൽകിയും കൊണ്ട് ഈ ഭൂമിയിലെ, ഈ ഭൂഗോളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ജനലക്ഷങ്ങൾ, ജനസാഗരങ്ങൾ ആ പുണ്യഭൂമിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇനി എത്താനിരിക്കുകയാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടിക്കരെ ഇബാദത്തുൽ ഉംറ ചെന്നെങ്കിൽ ഒരു മനുഷ്യരെ ആയുഷ്കാലത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കേണ്ടതായ പരിശുദ്ധ ഇസ്ലാമിലെ 5 നെടും തൂണുകളിൽ അവസാനത്തേതായിട്ടിക്കരെ, അവസാനത്തെ തൂണായിട്ടിക്കരെ, അവസാനത്തെ സ്തംഭമായിട്ടിക്കരെ ഹജ്ജ് കർമാനുഷ്ഠാനത്തുക അത് നിർവഹിക്കണക്ക് വേണ്ടി കരയും കടലും ആകാശവുമെല്ലാം തന്നെ താണ്ടിക്കൊണ്ടുള്ള ആ യാത്രയിൽ എല്ലാവരുടെയും നാവിൽ നിന്ന്, ചുണ്ടിൽ നിന്നിട്ട് പുറത്തേക്ക് വേണ്ട ഒരേ ഒരു മന്ത്രധ്വനി, ഒരേ ഒരു ചാൻറ്റിങ്, അതെന്തിനായിട്ടിക്കർ നമുക്കൊക്കെ പിടിയുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹ്, നിന്റെ വിളിക്ക്, നിന്റെ കരക്കിതാ ഞാൻ കാതു കൊടുത്തിട്ട് ഞാനിതാ ഈ പുണ്യഭൂമിയിലേക്ക് ഞാൻ വന്നിരേ. അല്ലാഹ്, നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് ഞാൻ വന്നിരേ. നിനക്ക് കൂട്ടുകാരനില്ല, നിനക്ക് കുടുംബമില്ല, നിനക്ക് സഹഭാഗികളില്ല, നിനക്ക് പാർട്ട്ണർമാരൊന്നുമില്ല, നീ ഏകനാണ് എന്നിങ്ങനെയുള്ള ആ മന്ത്രധ്വനി ആയിട്ടിക്കറ് എല്ലാവരുടെയും വായിൽ നിന്നിട്ടുണ്ടാവുക. അള്ളാഹുവിൻ്റെ സാർവത്രികമായ കര, അത് എന്തായിട്ടെന്താ വിളി? അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയതായിട്ടിക്കര സാർവത്രികമായ കര മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹു നടത്തിയതായിരിക്കുന്ന ആ കര എന്തായിട്ടിക്കര, അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇപ്രകാരം ചൊല്ലുന്നുണ്ട്. വഅസ്സിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലാ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വഅസ്സിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഓ ഇബ്രാഹിമേ, ഹജ്ജിന് വേണ്ടി, ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി താങ്കൾ പ്രഖ്യാപിക്കോറോ, വിളംബരം നടത്തോറോ, സാർവത്രികമായിട്ടുള്ള കര വിളി നടത്തോറോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. അങ്ങനെ നിങ്ങളുടെ ആ വിളി കേട്ടിട്ട് യതൂക റിജാലാ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ പ്രദേശങ്ങളിൽ നിന്നിട്ട് കാലിൽ നടന്നിട്ട് പാദചാരികളായിട്ട് കാൽനടികയിലൂടെ അതേപോലെ മെലിഞ്ഞ ഒട്ടകത്തിൻ്റെ മേലിൽ സവാരി ചെയ്തും കൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് അവർ വരും. അതുകൊണ്ട് വിളിക്കാറു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമരുടെ ഈ പ്രഖ്യാപനം അല്ലാഹു തആല നടത്തുമ്പോഴത്തോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവരുടെ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ അല്ലാഹ്, ഞാൻ എങ്ങനെ വിളിക്കരേ? എൻ്റെ വിളി എങ്ങനെ എത്തും? ഞങ്ങളെല്ലാം എങ്ങനെ നിനക്ക് കേൾപ്പാട്ടെടുക്ക് സാധിക്കും? ആ സന്ദർഭത്തിൽ അല്ലാഹു തആല ചൊല്ലു, ഇബ്രാഹിമേ, നിങ്ങൾ വിളിക്കോറോ,
വിളിക്കറ പണി മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അത് കേപ്പാട്ട പണി നിന്റേതാണ്, വിളിക്കറോ. അങ്ങനെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബൂ ഖുബൈസിന്റെ ചൊല്ലുന്ന പർവ്വതത്തിന്റെ മുകളിൽ പത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉറക്കെ വിളിച്ചു ചൊല്ലറോ, അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖദ ബൈതാ. എന്തിരെ? അയ്യുഹന്നാസോ മനുഷ്യരെ, ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖദ ബൈതാ, നിങ്ങളുടെ റബ്ബുണ്ടല്ലേ ഇതാ ഒരു അകമുണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണല്ലോ അകമുണ്ടായത്, അല്ലെങ്കിൽ അകമുണ്ടാക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ ചൊല്ല പളക്ക നോക്കണം. ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖദ ബൈതാ, നിങ്ങളുടെ റബ്ബ് ഇതാ ഒരു അകമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫഹുജ്ജു ബൈത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ ആ അക അത് നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കൊണ്ടുകായിട്ട് നിങ്ങൾ തീർത്ഥയാത്ര നടത്തുറോ. തീർത്ഥയാത്ര നടത്തിയിട്ട് ഇങ്ങോട്ട് വരൂ. ഫഹുജ്ജു ബൈത റബ്ബിക്കും, നിങ്ങൾ റബ്ബിന്റെ ഭവനത്തെ നിങ്ങൾ ഹജ്ജ് ചെയ്യുകൊണ്ടുകായിട്ട് നിങ്ങൾ ഇവിടെ വരൂ. ഈ വിളിച്ചപ്പോ ഹദീസിലെ ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, വഅജാബഹു കുല്ലു ശൈ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ വിളി കേട്ടപ്പോ ഖിയാമത്ത് നാൾ വരെ ആർക്കെല്ലാം അല്ലാഹു തആല ഹജ്ജും ഉംറയും നടത്തണോ അവസരം നൽകുറോ, തൗഫീഖ് നൽകുറോ, അവരെല്ലാം അവരുടെ ആത്മാക്കളെല്ലാം ആ സമയത്ത് വിളിച്ചു ചൊന്നാർ. എന്തിനെ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഓ അല്ലാഹ്, നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം നൽകിയ, നിനക്ക് യാതൊരു പങ്കുകാരനും സഹഭാഗികളുമില്ല എന്ന് ഓരോ വസ്തുക്കളും അത് ആ വിളിക്ക് ഉത്തരം നൽകിയിട്ട് അവിടെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ വിളി പ്രഖ്യാപിക്കാറോ, ആ വിളി കേട്ടിട്ട് പാദചാരികളായി മെലിഞ്ഞ ഒട്ടകത്തിന് മുകളിൽ സവാരി ചെയ്തിട്ട് വരുമെന്ന് അല്ലാഹു തആല ചൊല്ലുറു. ഈ ആയത്തിലെ ചില ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കി, കാലിൽ നടന്നിട്ട് ഹജ്ജ് ചെയ്യൽ നല്ലതാണ്, അതിലെന്തോ വല്ല കാര്യമുണ്ട്. ഒരു കാര്യവുമില്ല. ഇവിടെ അല്ലാഹു തആല കാൽനടികെ പാദചാരി ഉണ്ട് ചൊല്ലുന്നത്. അണ്ട് വാഹന സൗകര്യം ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വാഹന സൗകര്യം കുറവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രയോ സഹാബത്ത് കാലിൽ നടന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് വാഹന സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ വാഹന സൗകര്യം ഇല്ലാത്തവർ പിന്നെ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്? നടന്നിട്ടാണ്. എന്നാൽ ഇന്നതിന് ആവശ്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇന്നങ്ങനെ ആരെങ്കിലും ഹജ്ജ് ചെയ്തെങ്കിൽ നമ്മളെ കേരളത്തിലൊരാൾ ഇങ്ങനെ കാലിൽ നടത്തി ഹജ്ജ് പോയിട്ട് പിന്നെയാണ് മനസ്സിലാവുന്നത് അയാൾക്ക് ഹജ്ജിന്റെ പിന്നിൽ ശരിക്കും പല ഉദ്ദേശങ്ങളും എത്തിയിട്ട്. ഒരുപാട് യൂട്യൂബർമാർ, ഒരുപാട് ബ്ലോഗർമാർ, അതേപോലെ തന്നെ വീഡിയോ എടുക്കണക്ക് കുറെ ആളുകൾ, അങ്ങനെ പ്രിയമുള്ളവർ ഒരുപാട് ദുന്യാവ് സമ്പാദിക്കണക്ക് വേണ്ടി കർണാടകത്തിൽ നിന്നിട്ട് ഒരാൾ സൈക്കിളിൽ ഹജ്ജിൽ പോയിട്ടുള്ള വാർത്തയും കേൾക്കരുത്. அவங்க അവിടെ എത്തിയോ ഇല്ലയോ അല്ലാഹു നമുക്ക് പിടിയില്ല. പക്ഷേ ഇവിടെ അല്ലാഹു തആല പാദചാരികളായി കാൽനടികയിലൂടെ അവരിതാ വരുണ്ട് ചൊല്ലുന്നത്. അന്ന് വാഹനത്തിന് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ വാഹനത്തിനെല്ലാം സൗകര്യമുള്ള ഉണ്ട്, അതിന് യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിന് ഒരു നിലക്കും നമ്മൾ അതിനെ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യവുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആ വിളിയുടെ ഭാഗമായിട്ടായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നിട്ടും അതേപോലെ ഈ കർണാടകയിൽ നിന്നിട്ടുമെല്ലാം തന്നെ ഹജ്ജിന്റെ യാത്രാ സംഘം ഇങ്ങനെ പുറപ്പെടുകയാണ്, അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നിട്ടും കുറെ പേരൊക്കെ ഹജ്ജിനായി പോകുന്നുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലായിട്ടിക്കരെ, മബ്റൂറായിട്ടിക്കരെ ഹജ്ജ് നിർവഹിക്കൊണ്ട് തൗഫീഖ് നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അതേപോലെ അങ്ങനെ ഹജ്ജിന് പോയ ആളുകൾക്ക് അത്യാവശ്യമായിട്ടിക്കരെ സാരോപദേശം നൽകേണ്ടതും നമ്മുടെ കടമയായിട്ടിക്കറാണ്. കാരണം ഹജ്ജ് എന്ന് ചൊല്ലെങ്കിൽ അത് ഹജ്ജ് മഖ്ബൂലായ നിലക്ക്, മബ്റൂറായ നിലക്ക് നിർവഹിച്ച് വരുമ്പോ അവനക്ക് കിട്ടുന്ന പ്രതിഫലം അത് സ്വർഗമാണെന്ന് മനസ്സിലാക്കണം. കേവലം ഹജ്ജല്ല, നിങ്ങൾ ഹജ്ജ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമുണ്ട് എവിടെയും അല്ലാഹു റസൂൽ ചൊന്നിട്ടില്ല. മനസ്സിലാക്കണം, ഹജ്ജ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടുമുണ്ട് എവിടെയും ചൊന്നിട്ടില്ല. പിന്നെ മബ്റൂറായ ഹജ്ജ് ചെയ്തെങ്കിലാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നത്. വലൈസ ലിൽ ഹജ്ജത്തിൽ മബ്റൂറ
വലൈസ ലിൽ ഹജ്ജത്തിൽ മബ്റൂറ ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജ് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അപ്പൊ ഹജ്ജ് മബ്റൂറാകണം എന്നല്ലാതെ വെറുതെ ഇങ്ങനെ മക്കത്ത് കയറി പോയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വന്നത് കൊണ്ട് ആ ഹജ്ജിക്ക് സ്വർഗം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ മബ്റൂറായ ഹജ്ജ് ആകണം. എന്തിനാ ഈ മബ്റൂറായ ഹജ്ജ് ഉണ്ട് ചെന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പാട്ട്, മൻ ഹജ്ജ ലില്ലാഹ് മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. എന്തിനെ? മൻ ഹജ്ജ ലില്ലാഹ്, ആര് അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തോ, അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രീതി സമ്പാദിക്കണക്ക് വേണ്ടി അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കണക്ക് വേണ്ടി ആരെങ്കിലും ഹജ്ജ് ചെയ്തോ, നോട്ടാക്കണം. ഫലം യർഫുസ് വലം യഫ്സുഖ്, അവൻ ലൈംഗികമായിട്ട് യാതൊരു വിധത്തിലുള്ള സമ്പർക്കവും അവന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ വലം യഫ്സുഖ്, അവന്റെ ഭാഗത്ത് നീചമായിട്ട് യാതൊരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല എങ്കിൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്നിട്ട് പ്രസവിച്ചതുപോലെ അത്രമാത്രം സിൻലെസ് ആയിട്ട് നീലി ബോൺ ചൈൽഡ് ഉണ്ടല്ലേ, അതായത് പുതിയതായി ഫ്രഷായി ജനിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ മനസ്സ് എത്രമാത്രം വിശുദ്ധമായിരിക്കും, എത്രമാത്രം നിർമ്മലമായിരിക്കും, പവിത്രമായിരിക്കും, അതുപോലെയായിട്ടായിരിക്കും അവൻ മടങ്ങി വരിക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. ഇതേ ആശയം പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഹജ്ജ് അല്ലാഹുവിന്റെ അടുക്കൽ മഖ്ബൂലാകണമെങ്കിൽ എന്തിനെ വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊല്ലുന്നുണ്ട്, ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. എന്തിനെ? ആരെങ്കിലും ഹജ്ജിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഹജ്ജിന്റെ വേളയിൽ അവന്റെ ഭാഗത്തുനിന്ന് ലൈംഗികമായിട്ട് സമ്പർക്കം ഉണ്ടാവണ കുതീറാം. സ്വന്തം പെഞ്ഞായിയാണെങ്കിൽ പോലും, സ്വന്തം പെഞ്ഞായിയാണ് അവന്റെ പത്നിയാണ് അവന്റെ ഒട്ടിക ഉള്ളതെങ്കിൽ പോലും ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ അവിടെ ശാരീരികമായിട്ട് സമ്പർക്കം പാടില്ല. ശാരീരികമായ സമ്പർക്കം ഉണ്ടായാൽ ആ ഹജ്ജ് മഖ്ബൂലല്ല, മബ്റൂറല്ല, അസ്വീകാര്യമാണ്. ഹജ്ജിന്റെ ആ സന്ദർഭം, ഹജ്ജ് കഴിയുന്നത് വരെ ശാരീരികമായ സമ്പർക്കം ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു വാക്കാണ് അല്ലാഹു ഉപയോഗിച്ചത്, ഫലാ റഫസ ചെന്നെങ്കിൽ എല്ലാ നിലക്കുള്ള കാമാപേക്ഷയും അവിടെ ഉണ്ടാവണം കുതീറാം. ഒരു നിലക്കുള്ള കാമാപേക്ഷ ചെന്നെങ്കിൽ വൈകാരികത ഉണ്ടാക്കര പളക്ക അവിടെ ഉണ്ടാവണ കുതീറ, വൈകാരികത ഉണ്ടാക്കര പളക്ക കേൾക്കണ കുതീറ, അത് കാണണ കുതീറ. കാരണം അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോകരുത്. പല നാടുകളിൽ നിന്ന് പല വിധത്തിലുള്ള പല സുന്ദരന്മാരായ സുന്ദരികളായ ആളുകളൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കും. പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കാൻ അവന്റെ ഹജ്ജിനെ ദുർബലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടു കൂടി പടച്ച തമ്പുരാൻ ചൊല്ലുന്നത്, ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. പടച്ച തമ്പുരാനാണ്, അല്ലാഹുവാണ് ചൊല്ലുന്നത്. അങ്ങനെ ഹജ്ജിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ലൈംഗികമായ സമ്പർക്കം ഉണ്ടാവണ കുതീറ, കാമാപേക്ഷ ഉണ്ടാവണ കുതീറ, നീചകൃത്യമോ ദുരാചാരമോ ഉണ്ടാകണ കുതീറ, അതേപോലെ കലഹമോ കോലാഹലമോ അതേപോലെ കുതർക്കമോ തർക്കമോ ഉണ്ടാവണ കുതീറ. അതെല്ലാം ഉണ്ടാകണുള്ള വേദിയായിട്ടിക്കറ. അവിടെ പല കാര്യങ്ങളും പല ആവശ്യങ്ങളും പൂർത്തീകരിക്കണത് വേണ്ടി ചെമ്മ നമുക്ക് തീർക്കേണ്ടതായിട്ട് വരും. ചിലപ്പോ സബറില്ലാണ്ടായിട്ട് വരും, ചിലപ്പോ തർക്കമുണ്ടാകും. അല്ലാഹു ചൊല്ലു, തർക്കം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നുപോയാൽ, കുതർക്കം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നുപോയാൽ അവിടെ നിങ്ങളുടെ ഹജ്ജില്ല, അത് മബ്റൂറാവൂല, ആ ഹജ്ജ് സ്വീകാര്യമാവൂല, ഹജ്ജ് പടച്ചവൻ സ്വീകരിക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹജ്ജിക്ക് ഓരോ ആണും പെണ്ണും വളരെ ജാഗരൂകനായിരിക്കണം. നാം മനസ്സിലാക്കണം, ഈ ഹജ്ജ് കർമ്മം ഉംറ കർമ്മം കൊണ്ട് ചൊല്ലുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മക്കക്കാരും ഹജ്ജ് ചെയ്തിരുന്നു, ഉംറ ചെയ്തിരുന്നു, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മക്കക്കാർ ഉംറ ചെയ്തിരുന്നു. മക്കയിലെ ഖുറൈശി പ്രമാണിമാർ, ഖുറൈശി മുക്കണ്ടന്മാർ, സർദാർമാർ ഹജ്ജും ഉംറയും ചെയ്തിരുന്നു.
മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഒരു സംഭവം പറയുന്നുണ്ട്. ഹദീസിൽ വന്ന കാര്യമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസായിട്ട് കറാം. കാനൽ മുശ്രികൂന യതൂഫൂനൽ ബൈത്ത്. മുശ്രിക്കീങ്ങൾ അങ്ങ് ഇതാ ഹജ്ജ് സന്ദർഭത്തിൽ, ഉംറയുടെ സന്ദർഭത്തിൽ അങ്ങ് തവാഫ് ചെയ്യുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് ഒരു രംഗത്ത്, അതായത് മുശ്രിക്കീങ്ങളുടെ സർദാറുമാർ ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന ഒരു രംഗം അതിനാണ് സാക്ഷിയായില്ലേ. അതിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നമുക്ക് ചൊന്നു തണ്ട്. അങ്ങനെ അവരിതാ തൽബിയത്ത് ചൊല്ലും. മനസ്സിലാക്കണം, ആരാണ് മുശ്രിക്കീങ്ങളുടെ സർദാറുമാർ? അബൂജഹൽ, അബൂലഹബ്, അതേപോലെ തന്നെ അബൂ സുഫിയാൻ, ഉത്ബ, ശൈബ പോലെയുള്ള സർദാറുമാർ. അവർ തൽബിയത്ത് ചൊല്ലും. എങ്ങനെയാണ് അവർ തൽബിയത്ത് ചൊല്ലുന്നത്? അതിന്റെ തുടക്കം ശുദ്ധമായ തൗഹീദാണ്. അതിന്റെ പ്രാരംഭം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഓ അല്ലാഹ്, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ട്, നിന്റെ ആ സാർവത്രികമായ കര കേട്ടിട്ടാണ് റബ്ബേ ഞങ്ങൾ ഇത് ഉത്തരം ചെയ്തിട്ടാണ് വന്നത്. ഇത്ര ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇടപെടും. ഇടപെട്ട് ചൊല്ലും, മനുഷ്യരെ വൈലക്കും, നിപ്പാട്ടറോ അവിടെ. അത് മയ്യാവും. അത്ര ചൊന്നെങ്കിൽ അത് മയ്യാവും. ഫുൾ സ്റ്റോപ്പ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ആക്കാൻ മതി, അതിനപ്പുറം പോകണ്ട. അതിനപ്പുറം അങ്ങ് ഒരു ചൊല്ലുന്ന പൊളക്കമുണ്ട്. ആ പൊളക്കമുണ്ടല്ലേ ഈ മുന്നേ ചെയ്ത ഈ തൗഹീദിലെ കലിമത്തുക ഘടക വിരുദ്ധമായി ചിക്കര, ഓപ്പോസിറ്റ് ആയി ചിക്കര തൗഹീദിലെ കടക്കൽ കത്തിവെക്കിற പൊളക്കമാണ്. അതെന്തിനെയാണ് അങ്ങ് ചൊന്നുകൊണ്ടുണ്ടായിരുന്നത്? ഇല്ലാ ശരീകൻ ഹുവലക ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. എന്തിനെ? ഫസ്റ്റ് എന്താണ് അവർ ചെന്നത്? അല്ലാ, നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം നൽകിയ, നിനക്ക് ഒരു ഭാഗീദാരന്മാരില്ല അല്ലാ, നിനക്ക് സഹഭാഗികളില്ല അല്ലാ എന്ന് ചൊന്നിട്ട്, പക്ഷേ ഉണ്ട് ഇല്ല ശരീക, ചില ഭാഗീദാരന്മാരുണ്ട്. ആ ഭാഗീദാരന്മാർ, ആ സഹഭാഗികൾ, അവർക്ക് സ്വന്തമായിട്ട് കഴിവില്ല അല്ലാ, അങ്ങക്ക് സ്വന്തമായിട്ട് കഴിവില്ല. പിന്നെയോ അങ്ങക്കുള്ള കഴിവത് നീ കൊടുത്ത കഴിവായിട്ടിക്കറ്. ആര്? നീ കൊടുത്ത കഴിവാണ്, അങ്ങക്ക് സ്വന്തമായിട്ട് കഴിവില്ല അല്ലാ. അങ്ങനെയുള്ള ചില പങ്കുകാരുണ്ട്. ആരാണ് പ്രിയമുള്ളവരെ ഈ പങ്കുകാർ, ഈ ശരീക്ക്, ഈ സഹഭാഗികൾ ആരാണ്? മഹാനായ ഇമാം നൗവി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് മുസ്ലിമിൽ അത് നമുക്ക് ചൊന്നു തണ്ട്. അങ്ങ് ചൊന്ന ആ ചില സഹഭാഗികൾ ആരായിട്ടിക്കറ്? അസ്നാമുഹും വൽമുറാദു ബിദാലിക ശരീകി അസ്നാമുഹും. അത് അങ്ങ് പൂജിക്കരെ, അങ്ങ് ഉപാസന നടത്തരെ, അങ്ങ് ദുആയിരക്കരെ, പ്രാർത്ഥിക്കരെ. ഞങ്ങളെ വിഗ്രഹമാണ് ലാത്തയാണ്, ഉസ്സയാണ്, അതേപോലെ തന്നെ ഉബുലുൽ അലാ, മനാത്ത്, നായിലത്ത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തുടങ്ങിയവരുടെ വിഗ്രഹങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അവരെയാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പങ്കാളികളുണ്ടല്ലേ, ഈ സഹഭാഗികളുണ്ടല്ലേ, അല്ലാ, ഇവർക്ക് സ്വന്തമായ കഴിവില്ല അല്ലാ. ഇവർ ചൊല്ലുന്നത് അല്ലാഹുവേ ലാത്തരട്ടെയും ഉസ്സരട്ടെയും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കരുത്. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഞങ്ങൾ പ്രാർത്ഥിക്കരുത്. അങ്ങക്ക് സ്വന്തമായ കഴിവുള്ളത് കൊണ്ടല്ല അല്ലാ, അവർക്ക് നീ കൊടുത്ത കഴിവ് മാത്രമാണ്. അങ്ങക്ക് സ്വന്തമായി ഒരു ചെറുവിരൽ പോലും അനക്കണുള്ള ശക്തി അങ്ങക്കില്ല അല്ലാ. ഒരു ഹുള്ളു പോലും, ഒരു പുല്ല് പോലും അനക്കണുള്ള ശക്തി അങ്ങക്കില്ല അല്ലാ. എല്ലാം നീ കൊടുത്ത കഴിവ് മാത്രമാണ് എന്ന് അവര് പറയുന്നതിന് മുന്നേ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇടപെട്ട് എന്തിനു ചൊന്നുകൊണ്ടിരുന്നത്? വൈലക്കും ഖദിൻ ഖദിൻ. ആ പളക്കം നിങ്ങൾ ചൊല്ലണ്ട. മയ്യാവു ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആക്കറു, ഇവിടെ നിപ്പാട്ടറു. അതിനപ്പുറം നിങ്ങൾ ചൊല്ലണു പോയെങ്കിൽ അത് നിങ്ങൾക്ക് നാശമായിട്ടായിരിക്കും. നാശമാണ്, നിങ്ങൾക്ക് ഹലാക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്കെല്ലാം നിങ്ങൾ മനസ്സിലാക്കാറു, ഈ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ഇന്ന് നമ്മുടെ ഇടയിലുള്ള വലിയ ഒരു വിഭാഗത്തിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസവുമായിട്ടാണ് അവർ ഹജ്ജിക്ക് പോകേണ്ടത്, അവർ ഉംറക്ക് പോകേണ്ടത്.
അങ്ങനെ ആ ഹജ്ജിലെ ഉംറയുടെ സന്ദർഭത്തിൽ തൗഹീദ് മനസ്സിലാക്കണത് അങ്ങക്ക് സാധിച്ച് തൗഹീദ് മനസ്സിലാക്കിയും കൊണ്ട് അങ്ങ് മടങ്ങി വന്നാൽ അങ്ങ് രക്ഷപ്പെട്ടു. അവരുടെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി തീർന്നു. അല്ല, ഇനി മടങ്ങി വന്നാൽ പിന്നെയും ഇതേ വിശ്വാസമാണ് അവർ വെച്ച് പുലർത്തുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കരുത്, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരോട് ശുഹദാക്കന്മാരോട് സഹായം തേടരുത്, വിളിച്ച് പ്രാർത്ഥിക്കരുത്. അങ്ങക്ക് കഴിവുള്ളത് കൊണ്ടല്ല, സ്വന്തമായി അവർക്ക് യാതൊരു കഴിവുമില്ല, സ്വയം പര്യാപ്തത അവർക്കില്ല. അല്ലാഹ് അങ്ങക്ക് കൊടുത്ത കഴിവ് കൊണ്ടാണ്, അല്ലാഹ് അങ്ങക്ക് കൊടുത്ത സാമർത്ഥ്യം കൊണ്ടാണ്, ശക്തി സാമർത്ഥ്യം കൊണ്ടാണ് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നത്, അവരോട് സഹായം തേടരുത് എന്ന വിശ്വാസമാണ് പൊതുവായ ഒരുപാട് മുസ്ലിമീങ്ങൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസം ശരിയായിരിക്കണം. ആ ശരിയായ വിശ്വാസത്തോടു കൂടിയാണ് ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതെങ്കിൽ മാത്രമാണ് അത് മഖ്ബൂലും മബ്റൂറുമായി തീരുന്നത്. മനസ്സിലായില്ലേ? ഇനി നാം മനസ്സിലാക്കാനുള്ളത് പ്രിയമുള്ളവരെ, ഈ ഹജ്ജും ഉംറക്കും പോകുമ്പോഴത്തോ വലിയ ഒരു ഹജ്ജ് പാർട്ടി നടത്തുന്ന ഒരു പരിപാടി കുറച്ച് കൊല്ലങ്ങളായിട്ട് മുന്നൊന്നില്ല, നമ്മളെ ചെറുപ്പത്തിലൊന്നില്ല, ഇപ്പൊ തുടങ്ങിയത് ഹജ്ജ് പാർട്ടി, ഹജ്ജ് മാമാങ്കം, ഹജ്ജ് കല്യാണം. ഒരു കല്യാണം നടത്തുന്നത് പോലെ കുറെ ആൾക്കാരെ വിളിച്ചിട്ട് തിന്നണുക്ക് കൊടുക്കുന്ന പരിപാടി ഹജ്ജിന്റെ പേരിൽ. അങ്ങനെ കുറെ ആളുകളെ വിളിച്ചിട്ട് ചിലപ്പോ വലിയ ഹോളൊക്കെ ബുക്കാക്കിയിട്ട് എന്നിട്ട് അതിന് തിന്നണുക്ക് കൊടുക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ആര് പഠിപ്പാട്ടിയത്? ഇത് ആരാണ് ഇത് പഠിപ്പാട്ടിയത്? നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ ഈ ഹജ്ജ് ഇട്ട് ചൊന്നെങ്കിൽ നിസ്കാരം പോലോത്തവര് ഇബാദത്തായിട്ടിക്കറ്, നോമ്പ് പോലോത്തവര് ഇബാദത്തായിട്ടിക്കറ്, ഹജ്ജ് ഇട്ട് ചൊന്നെങ്കിൽ അല്ലേ? സക്കാത്ത് പോലോത്തൊരു ഇബാദത്തായിട്ടിക്കറ്. അതല്ലേ അള്ളാന്റെ റസൂല് പഠിപ്പാട്ടിയത്? ഇസ്ലാമാകുന്ന ഈ കെട്ടിടത്തെ, ഇസ്ലാമാകുന്ന ഈ ബിൽഡിംഗ് 5 തൂണിലാണ് ഇക്കണത് റസൂൽ ചൊന്നിട്ട്. ഒന്ന് ഷഹാദത്ത് കലിമ, ഒന്ന് നിസ്കാരം, പിന്നെ അതേപോലെ തന്നെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ് അല്ലേ? ഇതുപോലെ നിസ്കാരം പോലോത്തവര് ഇബാദത്തായിട്ടിക്കറ്, ഹജ്ജ് ഉണ്ട് ചൊന്നെങ്കിൽ, നോമ്പ് പോലോത്തവര് ഇബാദത്തായിട്ടിക്കറ്, ഹജ്ജ് ഉണ്ട് ചൊന്നെങ്കിൽ, സക്കാത്ത് പോലോത്തവര് ഇബാദത്തായിട്ടിക്കറ്, ഹജ്ജ് ഉണ്ട് ചൊന്നെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കണക്ക് വരുമ്പോ വലിയ ആൾമാരെ കൂട്ടിയിട്ട് തിന്നണക്ക് കൊടുത്തിട്ടാണോ നിസ്കരിക്കണക്ക് വേണ്ടത്? ആണോ? മനസ്സിലാക്കണം. അല്ലാഹു തആല തന്ന ബുദ്ധി നമ്മൾ മനസ്സിലാക്കണം. 5 നേരം പള്ളിക്ക് നിസ്കരിക്കണക്ക് വരുമ്പോ കുറെ ആളെങ്ങനെ വിളിച്ചു കൂട്ടിട്ട്, ഇതാ ഞാൻ നിസ്കരിക്കണക്ക് പോകണ്ടേ, ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും തിന്നണക്ക് അങ്ങനെ കൊടുക്കേണ്ട, എവിടെയും അങ്ങനെ കൊടുത്തിട്ടാണ് വരുന്നത്? ആണോ? റമദാനിൽ നോമ്പ് പിടിക്കുമ്പോ കുറെ ആളുകൾ ഇങ്ങനെ തിന്ന കൊടുത്താൽ ഞാൻ 2 മാസം റമദാനിൽ നോമ്പ് പിടിക്കേണ്ടി ചെന്നു അങ്ങനെ തിന്ന കൊടുത്തിട്ടാണ് നോമ്പ് പിടിക്കണക്ക് പോകരുത്. അല്ലല്ലോ കൂട്ടരെ. അതുപോലത്തെ ഒരു ഇസ്ലാമിലെ മഹത്തായ ഒരു കർമ്മമായിട്ട് ഹജ്ജ് ഉണ്ട് ചൊല്ലുന്നത്. അതിന് പിന്നെ എന്തെങ്കിലും പ്രത്യേകമായി ഇങ്ങനെ ആൾമാരെ വിളിച്ചു കൂട്ടിട്ട് ഇങ്ങനെ തിന്നോണ്ട് കൊടുക്കരുത്, ഈ ഹജ്ജ് പാർട്ടി ഉണ്ടാക്കരുത്. പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള മാമൂലുകൾ, ഇത്തരത്തിലുള്ള നാട്ടാചാരങ്ങൾ അതിന്റെ മുളയിൽ നിന്ന് തന്നെ നുള്ളിക്കളയണം. അത് നടപ്പിലാക്കണമെന്ന് തീരാ. അതിങ്ങനെ പൊങ്ങി വണ്ടിപ്പോ നമ്മുടെ ഇടയിൽ. പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അതും ജാഗരൂകരായിരിക്കണം. അങ്ങനെ ഒരു സമ്പ്രദായം ഒരിക്കലും ഉണ്ടാവണമെന്ന് തീരാം. എന്നാൽ അതേ അവസരത്തിൽ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരോട്, നമ്മുടെ കുടുംബക്കാരോട്, അതേപോലെ തന്നെ ഉറ്റവരോട്, ഉടയവരോട് നമുക്ക് എന്താക്കാം, ഫോണിലൂടെ അറിയിക്കാം. ഇതാ ഇങ്ങനെ ഞാൻ ഹജ്ജിക്ക് പോണ്ടേ, നിങ്ങൾ എന്താക്കണം, നക്ക് വേണ്ടി ദ്വാരക്കണം, എന്തെങ്കിലും ഇടപാട് സംബന്ധമായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ഓക്കെ, അത് പ്രശ്നമല്ല. എന്നാൽ ഇങ്ങനെ തിന്നുണുക്ക് കൊടുത്തിട്ട് പോവുക ഈ പരിപാടി, ഇതിങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടാവരുത്. ഇത് ചിലപ്പോൾ അവസാനം എവിടേക്കെല്ലാം എത്തും. ഇത് ചിലപ്പോൾ ശിർക്കിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള സമ്പ്രദായം ഉണ്ടാവണമെങ്കിൽ ഇതിനെ സംബന്ധിച്ച് നാം വലിയ ജാഗരൂകരായിരിക്കണം. അതേപോലെ തന്നെ ഹജ്ജിന് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഹജ്ജിക്ക് ഒരുപാട് അർക്കാനുകളുണ്ട്, ഒരുപാട് വാജിബാത്തുകളുണ്ട്, ഒരുപാട് സുന്നത്തായ കാര്യങ്ങളുണ്ട്, ഒരുപാട് ആദാബുകളുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കണം. പഠിക്കാണ്ട് ഇങ്ങനെ പോരുതല്ല. ഹജ്ജിനെ അർക്കാനോട് ചെന്ന് നേരെ പഠിക്കണം. അർക്കാൻ എന്നിട്ട് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഹജ്ജ് സഹിയാവൂല. പിന്നെ ഹജ്ജ് വേറെ തന്നെ ചെയ്യേണ്ടതായി വരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം തന്നെ നല്ലപോലെ പഠിച്ചിട്ടായിരിക്കണം പോകേണ്ടത്. അങ്ങനെ ഹജ്ജിക്കെല്ലാം പോയി അവൻ മടങ്ങി വരുന്നു. അവിടെ പോയി ഒരുപാട് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ കാണുന്നു.
മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവിടെയുടെ അതെല്ലാം കാണുന്നു. അതേപോലെ തന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ ആ ജീവിതം, ആത്മസമർപ്പണത്തിന് ആ ജീവിതം, ആ ഉദാത്തമായ മാതൃകകൾ നല്ലപോലെ കണ്ട് മനസ്സിലാക്കി പഠിച്ച് ഞാനിതാ ഇബ്രാഹിം നബിയുടെ ഈ മാതൃകകൾ എന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുവേ, ഞാനിതാ പകർത്തു വേണ്ടിതാ ഞാൻ പ്രതിജ്ഞയെടുക്കരേ. അങ്ങനെ പ്രതിജ്ഞയെടുക്കണുകൊള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉദാത്ത മാതൃകകൾ എന്റെ ജീവിതത്തിൽ ഞാനിതാ പകർത്തു വേണ്ടി പ്രതിജ്ഞ എടുക്കൊണ്ടുള്ള ഒരു അവസരമാണ് ഹജ്ജിലൂടെ അല്ലാഹു തആല നൽകുന്നത്. മനസ്സിലായില്ലേ? ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ ഏകത്വത്തെ വിളിച്ചോന്ന ദൃഷ്ടാന്തങ്ങൾ, അത് കണ്ടുകൊണ്ട് എത്രയോ ആളുകൾ നാട്ടിലേക്ക് തൗഹീദിന്റെ ആളുകളായി മടങ്ങി വന്നവരുണ്ട്. മനസ്സിലാക്കണം, ഒരുപാട് ശിർക്കിലും ബിദ്അത്തിലും ഖുറാഫത്തിലുമായി കഴിഞ്ഞുകൂടി മക്കയിലേക്ക് എത്തി ഹജ്ജും ഉംറയും എല്ലാം നിർവഹിച്ച് അവിടെയുള്ള ദൃഷ്ടാന്തങ്ങളെല്ലാം തന്നെ കണ്ട് നാട്ടിലേക്ക് അവർ മടങ്ങി വന്ന് തൗഹീദിന്റെ ആളുകളായി മാറിയവരുണ്ട്. കാരണം അള്ളാഹുവിന്റെ ഏകത്വത്തെ വിളിച്ചോതുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട്. ഇതാണ് ഹജ്ജിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഹജ്ജിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്തിനെ? തൗഹീദ് പഠിപ്പാട്ടലാണ്. തൗഹീദ് പഠിപ്പാട്ടലാണ്. ആ തൗഹീദ് പഠിപ്പാട്ടിനുള്ള ദൃഷ്ടാന്തങ്ങൾ എവിടെയുണ്ട്? ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. പരിശുദ്ധ ഖുർആനാണ്. ആദ്യമായി അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട പള്ളിയായിട്ട് കഅബാലയം. മനസ്സിലാക്കണം, ആദ്യമായി അല്ലാഹു തആലക്ക് ഈ ഭൂമിയിൽ ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട പള്ളിയായിട്ട് കഅബാലയം. അങ്ങനെ ചെന്നാൽ അതിന്റെ അർത്ഥം എന്തിനെ? അതിന് മുന്നോളോ, ആ കഅബാലയം ഉണ്ടാകുന്നതിന് മുന്നോളോ അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കുന്നതിനുള്ള ഒരു പള്ളി ഈ ഭൂമുഖത്തില്ല. അതാണ് ഇതിന്റെ അർത്ഥം. കഅബാലയത്തിന് മുന്നോളം അള്ളാഹ് ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടി ഒരു പള്ളി ഇല്ല ഭൂമുഖത്ത്. അള്ളാഹ് ചൊല്ലുന്നു ഇന്ന അവ്വല ബൈത്തിന്, ആദ്യത്തെ വീട്. അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തെ പുതുക്കി പണിതതാണ്. ഇബ്രാഹിം നബി കഅബാലയത്തെ പുനർനിർമ്മിച്ചതാണ്. കഅബാലയം നേരത്തെ തന്നെയുണ്ട്, പക്ഷേ അത് പല വിധത്തിലും തേഞ്ഞ് മാഞ്ഞ് നശിച്ചു പോയത് പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ പുനർനിർമ്മിച്ചതാണ്. ആരാണ് കഅബാലയത്തെ നിർമ്മിച്ചത്? മലക്കുകളാണ് എന്നും മഹാനായ ആദം നബി അലൈഹിസ്സലാമാണെന്നും ഇങ്ങനെയൊക്കെ പല അഭിപ്രായമുണ്ട്. ഞാനിപ്പോ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ആ ഭവനം ഫീഹി ആയാതും ബയ്യിനാത്ത്, ഒരുപാട് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ഏകത്വത്തെ, അവന്റെ ഹിക്മത്ത്, അവന്റെ ഖുദ്റത്ത്, അവന്റെ മഹാമഹിമയെ വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. ആ ദൃഷ്ടാന്തങ്ങളെ കാണുമ്പോൾ അവന് മനസ്സിലാകും തൗഹീദാണ് യഥാർത്ഥമായിരിക്കുന്ന ഹക്കായ ആദർശമെന്ന് അവൻ മനസ്സിലാകും. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത്, ഞാൻ ഇതുവരെ ഒരുപാട് ഖുറാഫാത്തിലും ബിദ്അത്തിലും ശിർക്കിലുമെല്ലാം കഴിഞ്ഞുകൂടിയത് അത് തൗഹീദിനെതിരാണ് എന്ന് മനസ്സിലാക്കിയും കൊണ്ട് അവൻ ശരിയായ ഒരു മുവഹിദാകുള്ള ഒരു അവസരം ഹജ്ജിലൂടെ ഉണ്ടാകുന്നു. അതാണ് പ്രിയമുള്ളവരെ ഹജ്ജിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സ്വർണ്ണാവസരം. അതുകൊണ്ട് ഓരോരുത്തരും ആ ഹജ്ജ് കർമ്മം ചെയ്യാത്തവർ നിർവഹിക്കുവാൻ വേണ്ടി വളരെ വേഗത കാണിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യാത്ത ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്കൊക്കെ ഹജ്ജും ഉംറയും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد
أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ സഹോദരിമാരെ, അപ്പൊ നാം എന്ത് മനസ്സിലാക്കിയ? ഹജ്ജിലെ ലക്ഷ്യം എന്തിനായിട്ടിക്കറ്? ഒന്നാമത് പല ലക്ഷ്യങ്ങളുമുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം, ഒന്നാമത്തെ ഹജ്ജിന്റെ ഉദ്ദേശം തൗഹീദ് എന്തിനേണ്ടി പഠിപ്പാട്ടലാണ്. അങ്ങനെ ഹജ്ജ് കർമ്മമെല്ലാം നിർവഹിച്ച് തൗഹീദ് പഠിക്കാതെ അവൻ റായത്തേക്ക് വന്ന് മുന്നോട്ടതുപോലെ പിന്നെയും ആ ബിദ്അത്തിലും ശിർക്കിലും ഖുറാഫാത്തിലും അങ്ങനെ പിന്നീട് അല്ലാഹു തആല തൗഫീഖ് നൽകിയതായിരിക്കുന്ന അനുഗ്രഹത്തേക്ക് നന്ദി രേഖപ്പെടുത്തുന്നതും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതും കണ്ട ജാറങ്ങളുടെയും ദർഗകളുടെയും ഖബറുകളുടെയും സമാധികളുടെയും പിന്നാലെ അവൻ ഓടി നടക്കുന്നുവെങ്കിൽ അതിനർത്ഥം എന്തിനെ? അവന്റെ ഹജ്ജ് മഖ്ബൂലായിട്ടില്ല, അവന്റെ ഹജ്ജ് മബ്രൂറായിട്ടില്ല എന്നാണ്. കാരണം എന്താണ്? അവിടെ യഥാർത്ഥ ഖബർ എന്താണ്, ഇസ്ലാമിലെ ഖബർ എന്താണ് എന്ന് അവിടെ കാണാൻ സാധിക്കും. ഇസ്ലാമിലെ ഔലിയാക്കന്മാർ, ഒറിജിനൽ ഔലിയാക്കന്മാർ ആരാണ് എന്ന് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ റായത്ത് കാണേണ്ട ചിലർ ഔലിയാക്കന്മാർ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കന്മാരാണ്. 5 നേരം നിസ്കരിക്കാത്ത ഔലിയാക്കന്മാരാണ് നമ്മുടെ റായത്തുള്ളത്. റമളാനിൽ നോമ്പ് നോൽക്കാത്ത, നിർബന്ധം നോമ്പ് നോൽക്കാത്ത ഔലിയാക്കന്മാരാണ് നമ്മുടെ ഇടയിലുള്ളത്. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയ ബംഗാർ ധരിക്കുന്ന ഔലിയാക്കന്മാരാണ് നമ്മുടെ ഇടയിലുള്ളത്. തീർന്നില്ല, അങ്ങ് ഖബറിലേക്ക് എത്തിയാലും ഖബറിൽ അങ്ങ് കിടക്കുന്നില്ല. നമ്മുടെ ഔലിയാക്കന്മാർ, ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കന്മാർ, നമ്മുടെ ഉസ്താദന്മാർ, ചൊന്നുതണ്ട ഔലിയാക്കന്മാർ അങ്ങോ ഉലകം ചുറ്റുറാറ്, ഖബറിൽ കിടക്കുന്നില്ല. അങ്ങോ ഉലകം ചുറ്റിയിട്ട് ഫ്ലൈറ്റ് കൂട്ടിയടിക്കുമില്ലെങ്കിൽ ഫ്ലൈറ്റ് കൂട്ടിയെടുക്കും, അവർ ഖബറിൽ നയിക്കൂല, എല്ലാം നോക്കും, ട്രെയിന് കൂട്ടിയടിക്കും. തീർന്നില്ല, ആരെങ്കിലും അവരെ മുരീദന്മാർ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്താൽ ഈ ഔലിയാക്കന്മാർ പോയിട്ടാണ് അവരെ വിടുകടയാക്കരുത്. നമ്മുടെ നാട്ടിലുള്ള ഔലിയാക്കന്മാർ അവസ്ഥ, മക്കൾ പരീക്ഷയിൽ തോത്തുപോയാൽ, മാർക്ക് കുറഞ്ഞു പോയാൽ ഔലിയാക്കന്മാർ പരീക്ഷാ ഹാളിൽ പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് ഞങ്ങളെ വിജയിപ്പിക്കും. പ്രിയമുള്ളവരെ, ഇത് പരസ്യമായി യൂട്യൂബിലും മറ്റു വാട്സപ്പിലൊക്കെ നമ്മുടെ ഉസ്താദന്മാർ പരിചയപ്പെടുത്തിയ ഔലിയാക്കന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കന്മാർ ജനങ്ങൾ മനസ്സിലാക്കി അവിടെ എത്തിയാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒറിജിനൽ ഔലിയാക്കന്മാർ ആരായിട്ടിക്കറാറ് എന്ന്. അതേ മദീന സന്ദർശിക്കുമ്പോ, റസൂലുള്ളാഹിയുടെ പള്ളി സന്ദർശിക്കുമ്പോ അവിടെ ബഖീഉൽ ഗർഖത്തുൽ ഖബർസ്ഥാൻ കാണാം. അവിടെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലിന്റെ മക്കൾ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒറിജിനൽ ഔലിയാക്കന്മാരാണ്. റസൂലുള്ളാഹിയുടെ പത്നിമാരോട് മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒറിജിനൽ ഔലിയാക്കന്മാരാണ്. റസൂലിന്റെ സഹാബത്തോട് മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒറിജിനൽ ഔലിയാക്കന്മാരാണ്. ഇപ്പുറം ഉഹുദിലേക്ക് വന്നാൽ ഉഹുദ് രണഭൂമിയിൽ 70ഓളം സഹാബത്ത് രക്തസാക്ഷികളായ ശുഹദാക്കളുടെ ഖബറുകൾ അവിടെ കാണാം. ആ ഖബറുകൾ നമ്മുടെ റായത്ത് കാണുന്ന ഖബറുകൾ പോലെയല്ല. ഒരു ചാണിനേക്കാൾ അധികമായ ഖബറുകൾ ഉയർത്തിയിട്ടില്ല, അതിന് മേലെ സിമന്റ് കൊടുത്തിട്ടില്ല, കുമ്മായം കൊടുത്തിട്ടില്ല, ജാറ് മൂടിയിട്ടില്ല, ചന്ദനത്തിരി അവിടെയില്ല, വർഷത്തിൽ ആണ്ടും നേർച്ചയും ഉറൂസും അവിടെയില്ല. അപ്പൊ ശരിയായ ഔലിയാക്കന്മാരുടെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റായത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കന്മാരെ മനസ്സിലാക്കി എന്തിനാണ് ഞങ്ങൾ ഇവരുടെ പിന്നാലെ പോകുന്നത്? ഇതൊക്കെ മനസ്സിലാക്കി തെല്ലെങ്കിലും ഈമാനുള്ളവർ, തെല്ലെങ്കിലും ബുദ്ധിയുണ്ട്, ആവറേജ് ആയിട്ട് ബുദ്ധിയുള്ള ഒരു മുസ്ലിം, അവൻ ഹജ്ജും ഉംറയും ചെയ്ത് റായത്തേക്ക് മടങ്ങി വരുമ്പോ പിന്നീട് അവൻ ഖുറാഫാത്തിൽ ഉണ്ടാവൂല. അതെല്ലാം അവൻ വിദായ ചൊല്ലും, സമസ്തായിസത്തുക്ക് അവൻ വിദായം ചൊല്ലും, സൂഫിസത്തുക്ക് അവൻ വിദായം ചൊല്ലും, അതേപോലെ തന്നെ ബറേലവിസത്തുക്ക് അവൻ വിദായം ചെയ്യും, ഖുറാഫിസത്തുക്ക് അവൻ വിദായം ചൊല്ലും. പിന്നീട് തൗഹീദ് 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 അടിയുറച്ച തൗഹീദിനാളായിട്ട് അവൻ മാറും. ഇതാണ് ഹജ്ജിലൂടെ ഉണ്ടാകുന്ന ഒരു അവസരം. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഹജ്ജ്, അതിൽ ആരും അലംഭാവം കാണിക്കരുത്. എത്രയോ പേര് ഹജ്ജ് ചെയ്യണമെങ്കിൽ ബാക്കിയുണ്ട്. എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ട് വളരെ വേഗത്തിൽ തന്നെ അവർ ആ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. ഇല്ല എങ്കിൽ ഭയാനകമായ പാപമായിരിക്കും. ഹജ്ജ് ചെയ്യാതെ കഴിവുണ്ടായി മരണപ്പെടാനിടയായാൽ, കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ മരണപ്പെടാനിടയുണ്ടായാൽ നാളെ സ്വർഗം നഷ്ടമാകും. ഇൻഷാ അല്ലാഹ് വിഷയമായി നമുക്ക് വഴിയെ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ആ മഹത്തായ നിർബന്ധമായ ഹജ്ജ് ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ പിടിയുണ്ട്, നമ്മുടെ പള്ളി മദ്രസയ്ക്ക് വേണ്ടിയുള്ള സംഭാവന ഉദാരമായ നിലക്ക് ഓരോരുത്തരും സംഭാവന ചെയ്യണം. അത് പ്രത്യേകമായി നിങ്ങൾ അറിയിക്കേണ്ട ആവശ്യമില്ല, എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ അറിയിക്കുന്ന കാര്യമാണ്. ഒരുപാട് സാമ്പത്തികമായ ബാധ്യതകളുണ്ട്, അതുകൊണ്ട് ഉദാരമായ നിലക്ക് സംഭാവന നൽകണം. അതേപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ മദ്രസയുമായി ബന്ധപ്പെട്ട് നാളെ സ്ത്രീകൾക്കായി, പെണ്ണുങ്ങൾക്കായി
ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഇസ്ലാമിക പഠന ക്ലാസ്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളാൽ നടത്തപ്പെടുന്ന ഒരു ക്ലാസ് നാളെ അസറിന് ശേഷം. അത് എല്ലാ നമ്മുടെ സഹോദരിമാർ അത് ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മദ്രസ ഇവിടെ ദാറുൽ ഖൈർ, ഈ മദ്രസ അടുത്ത തിങ്കളാഴ്ച ജൂൺ 5-ാം തീയതിക്ക് അത് പ്രാരംഭമാകും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ മക്കളെ പഠിപ്പാടുകൊണ്ട് ഉദ്ദേശിക്കുന്ന മക്കളെ മറ്റന്നാൾ തിങ്കളാഴ്ച ജൂൺ 5-ാം തീയതി 6:30 മണിക്ക് മുന്നോളായിട്ട് ഇവിടെ നിങ്ങൾ എത്തിപ്പാടണമെന്ന് പ്രത്യേകമായി കേട്ടുകൊള്ളരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസാ, اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا، اللهم انزل علينا المطر، اللهم انزل علينا المطر، اللهم انزل علينا المطر، ولا تجعلنا من القانتين، ولا تجعلنا من القانتين، ولا تجعلنا من القانتين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.